പാലസിൽ മോഷണം. തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിൽ വൻ കവർച്ച. 2 കോടി രൂപ വിലമതിക്കുന്ന സ്വർണം മോഷണം പോയെന്നാണ് പരാതി. കൊട്ടാരത്തിലെ മുതിർന്ന അംഗമായ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായിയാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. ഈ പരാതി പിന്നീട് പേരൂർക്കട പോലീസിന് കൈമാറിയിട്ടുണ്ട്. പേരൂർക്കട പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം നഗരഹൃദയത്തിലെ അതീവ സുരക്ഷാ മേഖലയായ കവടിയാറിലെ 150-ൽ പരം മുറികളുള്ള കവടിയാർ കൊട്ടാരം. അവിടെ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ മുറിയിലെ ഇരുമ്പലമറയിൽ സൂക്ഷിച്ചിരുന്ന രാജകുടുംബ തലമുറകളായി കൈമാറി വന്ന സ്വർണ്ണാഭരണങ്ങളും അമൂല്യ രത്നങ്ങളും ഇവയൊക്കെയാണ് ഇപ്പോൾ മോഷണം പോയിരിക്കുന്നത്. ആരാകും ഇവയെല്ലാം മോഷ്ടിച്ചത്? ആർക്കാണ് തമ്പുരാട്ടിയുടെ മുറിയിലെ ഈ അമൂല്യ വസ്തുക്കളെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ അറിയാവുന്നത്? ചിത്രം ഇപ്പോഴും അവ്യക്തമാണ്. ഗൗരി ലക്ഷ്മിബായിയുടെ കൈവശമുണ്ടായിരുന്ന അമൂല്യമായ രത്നങ്ങൾ പതിപ്പിച്ച സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയതെന്നാണ് വിവരം. പാരമ്പര്യമായി കൈമാറി വന്നതും അത്യപൂർവമായ നിരവധി ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടവയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പത്മനാഭസ്വാമിയുടെ ചിത്രം കുത്തിയ ആഭരണങ്ങളും വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന ആഭരണങ്ങളും മോഷണം പോയിട്ടുണ്ട്. 2025 നവംബർ മാസത്തിൽ ബംഗളൂരിൽ പോകുന്നതിന് മുൻപായി അലമാര തുറന്നപ്പോഴാണ് ആഭരണം നഷ്ടമായതായി കണ്ടത്. തുടർന്ന് കൊട്ടാരത്തിൽ പലയിടത്തും പരിശോധന നടത്തി. പക്ഷേ സ്വർണ്ണാഭരണങ്ങൾ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചില്ല. 2025 ഒക്ടോബർ നവംബർ മാസത്തിൽ കവർച്ച നടന്നു എന്നാണ് പരാതിയിൽ പറയുന്നത്. ആഭരണങ്ങൾ നഷ്ടമായ വിവരം നവംബറിൽ തന്നെ അറിഞ്ഞിരുന്നുവെങ്കിലും കൊട്ടാരത്തിനുള്ളിൽ തന്നെ കാണുമെന്ന് കരുതിയാണ് പരാതി കൊടുക്കാൻ വൈകിയതെന്നാണ് കൊട്ടാരത്തിന്റെ വിശദീകരണം. തിരഞ്ഞിട്ടും ആഭരണങ്ങൾ കിട്ടാത്തതിനാലാണ് പോലീസിൽ പരാതി നൽകിയത്. തിരുവനന്തപുരത്തെ അതീവ സുരക്ഷാ മേഖലയായ കവടിയാറിലെ ഈ മോഷണം പോലീസിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. പുറത്തുനിന്നുള്ള ആരോ ഒരാൾ അതിക്രമിച്ച് കയറി നടത്തിയ മോഷണമെന്നാണ് പരാതി. വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് പേരൂർക്കട പോലീസും. അനുമതിയില്ലാതെ ഒരാൾക്ക് പോലും പ്രവേശിക്കാൻ സാധിക്കാത്ത കൊട്ടാര കവാടം. 24 മണിക്കൂറും പോലീസിന്റെ പെട്രോളിംഗ് ശക്തമായുള്ള മേഖല. ഗൗരി ലക്ഷ്മിബായിയുടെ പരാതിയിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ പുറത്തുനിന്ന് ആരോ ഒരാൾ അതിക്രമിച്ചു കയറി 2 കോടി രൂപയുടെ വലിയ മോഷണം നടത്തി. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് അമാനുഷികം തന്നെയാണ്. കൃത്യമായ ആസൂത്രണത്തോടു കൂടി നടന്ന മോഷണം തന്നെയാണ്. കൃത്യമായ ഒരു അന്വേഷണവും വേണം. ജിബിൻ JB 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.